നമസ്കാരം സുഹൃത്തുക്കളെ. റോയൽ എൻഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആ ഒരു ഗാംഭീര്യമുള്ള ബുള്ളറ്റും അതിൻ്റെ തനതായ ശബ്ദവുമൊക്കെയാണ്. പിന്നെ ചിലർക്കൊക്കെ ക്ലാസിക് ഒരു ലഹരിയുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായ ഹണ്ടർ 350 കുറിച്ചാണ്. എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു ബൈക്ക് നിർമ്മിച്ചത്? ആരെയാണ് ഈ വണ്ടി ലക്ഷ്യം വെക്കുന്നത്? ബുള്ളറ്റ് 350യിൽ നിന്ന് ഹണ്ടർ എങ്ങനെ വ്യത്യസ്തമാകുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ് പരീക്ഷണം എന്ന് നമുക്ക് ഹണ്ടറിനെ വിളിക്കാം. സാധാരണയായി റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ ഭാരം പലരെയും ഇതിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഹണ്ടറിലൂടെ കമ്പനി ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനമായും രണ്ട് വിഭാഗങ്ങളെയാണ്. നഗരയാത്രക്കാർ ആദ്യത്തെ വിഭാഗമാണ്. തിരക്കേറിയ സിറ്റി ട്രാഫിക്കിലൂടെ അനായാസം ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണവർ. യുവാക്കളാണ് അടുത്ത കാറ്റഗറി. ഹെവി വെയ്റ്റ് ബൈക്കുകളെക്കാൾ സ്റ്റൈലിഷായ വേഗതയുള്ള ഭാരം കുറഞ്ഞ ബൈക്കുകൾ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ. ചുരുക്കത്തിൽ എൻഫീൽഡിൻ്റെ പാരമ്പര്യം വേണം താനും, എന്നാൽ അത് മോഡേൺ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഹണ്ടർ 350. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബുള്ളറ്റ് ഉള്ളപ്പോൾ എന്തിന് ഹണ്ടർ? പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബുള്ളറ്റിനേക്കാൾ ഏകദേശം 14 കിലോയോളം ഭാരം കുറവാണ് ഹണ്ടറിന്. ഇത് സിറ്റി ട്രാഫിക്കിൽ ഹാൻഡ്ലിംഗ് വളരെ എളുപ്പമാക്കും. ബുള്ളറ്റിൽ വലിയ ടയറുകളാണെങ്കിൽ ഹണ്ടറിൽ 17 ഇഞ്ച് അലോയ് വീലുകളാണ് വരുന്നത്. ഇത് വളവുകളിൽ കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. ബുള്ളറ്റ് ഒരു റെട്രോ ക്ലാസിക് ലുക്ക് നൽകുമ്പോൾ ഹണ്ടർ ഒരു മോഡേൺ റോഡ്സ്റ്റർ ലുക്കാണ് നൽകുന്നത്. അതേപോലെ ഉയരം കുറഞ്ഞവർക്കും വളരെ കംഫർട്ടബിളായി ഓടിക്കാൻ കഴിയുന്ന സ്റ്റൈലായിട്ടുള്ള സീറ്റ് ഹൈറ്റാണ് ഹണ്ടറിനുള്ളത്. നമുക്കിനി വണ്ടിയുടെ ഹൃദയമായ എഞ്ചിനിലേക്ക് കടന്നാലോ? മെറ്റിയോറിലും ക്ലാസിക്കലും കണ്ട അതേ ജെ സീരീസ് 349 cc എഞ്ചിൻ തന്നെയാണ് ഇതിലുമുള്ളത്. പവർ 20.2 bhp, 27 Nm ടോർക്കിൽ. അതേപോലെ റൈഡിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ പഴയ വിറയലുകൾ, വൈബ്രേഷൻസ് ഇല്ലെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഗിയർ മാറ്റുന്നത് വളരെ സ്മൂത്താണ്. സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഒരു എൻഫീൽഡ് ഓടിക്കുകയാണെന്ന തോന്നലേ ഉണ്ടാകില്ല. അത്രയും ലൈറ്റാണ് ഹാൻഡ്ലിംഗ്. ബുള്ളറ്റിൻ്റെ തമ്പ് ശബ്ദമല്ല ഹണ്ടറിനുള്ളത്. കുറച്ചുകൂടി സ്പോർട്ടിയായ ഒരുതരം ഗ്രൗളിംഗ് സൗണ്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വേരിയൻറ്റുകൾ കൂടി പരാമർശിക്കാം. റെട്രോ ഹണ്ടർ എന്ന വയർ സ്പോക്ക് വീലുകൾ, സിംഗിൾ ചാനൽ ABS, സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇതെല്ലാം പ്രത്യേകതകളായി വരുന്ന ഈ ഒരു റെട്രോ ലുക്ക്. അതേപോലെ മെട്രോ ഹണ്ടർ, അലോയ് വീലുകൾ, ഡ്യുവൽ ചാനൽ ABS, LED ടെയിൽ ലാമ്പ്, സ്റ്റൈലിഷ് ഗ്രാഫിക്സുകൾ, ഇതെല്ലാം വരുന്ന മെട്രോ ഹണ്ടർ. പിന്നെ ഒരു ബ്ലാക്ക് വേരിയൻറ്റ്, കറുപ്പ് നിറത്തിലുള്ള ഹണ്ടറിനൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. എൻജിനും എക്സോസ്റ്റും എല്ലാം ബ്ലാക്ക് തീമിൽ വരുമ്പോൾ വണ്ടിക്കൊരു മാസ് ലുക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ മെട്രോ വേരിയൻറ്റിൽ സ്പ്ലിറ്റ് ഗ്രാബ് റെയിലുകളും മികച്ച ഫിനിഷിങ്ങും നമുക്ക് കാണാനാവും. അപ്പോൾ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന വണ്ടിയാണ് ഹണ്ടർ 350. ഒരു പക്ക സിറ്റി ബൈക്ക്. എന്നാൽ അത്യാവശ്യം ലോങ് ട്രിപ്പുകൾക്കും നമുക്കിത് ഉപയോഗിക്കാനാവുമെന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊരു ബുള്ളറ്റ് പ്രേമിയാണെങ്കിൽ ചിലപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല. എന്നാൽ ഒരു മോഡേൺ ഫാസ്റ്റ് ലൈറ്റ് വെയ്റ്റ് എൻഫീൽഡാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഹണ്ടർ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.